ഞാൻ മത്സരിക്കണോ മത്സരിക്കണ്ടേ തീരുമാനിക്കേണ്ടത് അൻവറല്ലല്ലോ. അതിലൊന്നും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അതിനൊക്കെ പാർട്ടിക്ക് നിയതമായൊരു നിലപാടുണ്ട്. ആ നിലപാട് ഉചിതമായ സമയത്ത് പാർട്ടി വ്യക്തമായിക്കോളൂ. നമസ്കാരം. PV അൻവറിനെതിരെ അതിനിശിതമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇന്നലെ മാധ്യമങ്ങളെ കണ്ടത്. മുഖ്യമന്ത്രി വീണ്ടും 3.0 ആവർത്തിക്കാൻ നോക്കുന്നു. കേന്ദ്രത്തിൽ നരേന്ദ്രമോദി 3ാം വട്ടവും അധികാരത്തിലെത്തിയതുപോലെ കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും 3.0 വിജയം ആഘോഷിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ അതുണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി പണിപ്പെടുന്നു എന്നാണ് PV അൻവർ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തുറന്നടിച്ചത്. മുഖ്യമന്ത്രിയുടെ സ്വന്തം മണ്ഡലമായ ധർമ്മടത്തിൽ നിന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും മത്സരിക്കും എന്നാണ് PV അൻവർ പറഞ്ഞത്. ഈ കാര്യങ്ങളാണ് മാധ്യമ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ മുന്നിൽ അവതരിപ്പിച്ചത്. ഞാൻ മത്സരിക്കണമോ വേണ്ടയോ എന്നുള്ളത് ഞാനല്ല തീരുമാനിക്കുന്നത്, അത് പാർട്ടിയാണ്. യഥാസമയം അത് എന്താണ് തീരുമാനമെടുക്കേണ്ടത് എന്ന് പാർട്ടി തീരുമാനിച്ചുകൊള്ളും. അതിന് അൻവറിന് തലയ്ക്ക് വേവലാതിയൊന്നും വേണ്ട എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പ്രതിപക്ഷ നേതാവ് VD സതീശിനെതിരെ നിയമസഭയിൽ അൻവർ ഒരു വലിയ ആരോപണം ഉന്നയിക്കുകയുണ്ടായി. ബംഗളൂരുവിൽ നിന്നും ഒരു കണ്ടെയ്നർ വഴി ഏതാണ്ട് 250 കോടി രൂപയാണ് സതീശന് വന്നത്. ചാവക്കാട് വെച്ച് ഈ കണ്ടെയ്നറിൽ നിന്ന് പണം അത്രയും ഒരു ആംബുലൻസിലേക്ക് മാറ്റുകയും പിന്നീട് മറ്റൊരു വാഹനം വഴി അത് ബംഗളൂരുവിലേക്ക് തന്നെ തിരിച്ചയക്കുകയും ചെയ്തു എന്നാണ് PV അൻവർ അന്ന് നിയമസഭയിൽ ഉന്നയിച്ചത്. എന്നാൽ ഇപ്പോൾ UDFിലേക്ക് ചേക്കേറുവാൻ വേണ്ടി PV അൻവർ കച്ചകെട്ടി നടക്കുന്ന ഈ സമയത്ത് താൻ അന്ന് നിയമസഭയിൽ ഉന്നയിച്ച ആരോപണങ്ങൾ അത്രയും തനിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും P ശശി എഴുതി തന്നതാണ്. താൻ അവരെഴുതി തന്ന കാര്യങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ MLA എന്ന രീതിയിൽ നിയമസഭയിൽ വായിക്കുകയായിരുന്നു. അന്ന് അറിയാതെ പോലും ചെയ്ത ആ തെറ്റിന് മാപ്പപേക്ഷിക്കുന്നു എന്നാണ് PV അൻവർ VD സതീശനോട് പറഞ്ഞത്. UDFിൽ പ്രവേശിക്കുന്നതിനുള്ള മുന്നോടിയായി തന്നെയാണ് PV അൻവർ ഇത്തരം ചില രാഷ്ട്രീയ നാടകങ്ങൾ നടത്തുന്നത് എന്നാണ് മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരോട് തുറന്നടിച്ചത്. PV അൻവറിൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ നിലപാടുകളും PV അൻവർ UDFിൽ ചേക്കാറാൻ നടത്തുന്ന ശ്രമങ്ങളുമെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം അങ്ങനെ ചെയ്യുന്നെങ്കിൽ അതായിക്കോട്ടെ. എന്നാൽ അത് CPMനെ പഴിചാരിക്കൊണ്ട് വേണ്ട എന്നുള്ളതാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചത്. CPMന്റെ കാര്യങ്ങൾ നോക്കാൻ CPMന് ഭംഗിയായി അറിയാം. അൻവർ വന്ന രാഷ്ട്രീയ വഴികൾ ഏതാണെന്നും ഇടതുപക്ഷത്തിലേക്ക് അൻവർ വന്നത് ഏത് സാഹചര്യത്തിലാണെന്നും ഞങ്ങളുടെ കൂടെ നിന്നപ്പോൾ അൻവർ എന്തായിരുന്നു എന്നുള്ളതെല്ലാം ഞങ്ങൾക്ക് മറ്റാരേക്കാൾ നന്നായി അറിയാം. അൻവർ ഏത് സാഹചര്യത്തിൽ എന്തൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു, അതിനൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള തുമ്പുണ്ടായിരുന്നു എന്നാണ് മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരോട് ചോദിച്ചത്. എന്നാൽ വനനിയമ ഭേദഗതിക്കെതിരെ PV അൻവർ നടത്തിയ സമരം പ്രക്ഷുബ്ധമാകുകയും DMK പ്രവർത്തകർ നിലമ്പൂരിലെ ഫോറസ്റ്റ് ഓഫീസ് തല്ലി തകർക്കുന്ന കാഴ്ചയുമെല്ലാം നമ്മൾ കണ്ടതാണ്. അതേ തുടർന്ന് PV അൻവർ എന്ന ജനപ്രതിനിധിയെ രായ്ക്ക് രായ്മാനമാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് ജയിലിൽ അടയ്ക്കാൻ വേണ്ടി ശ്രമിച്ചത്. എന്നാൽ PV അൻവറിന് ഒരു ദിവസം മാത്രമേ ജയിലിൽ കിടക്കേണ്ടി വന്നുള്ളൂ. നിലമ്പൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി PV അൻവറിന് ജാമ്യം അനുവദിക്കുകയായിരുന്നു. ഇത് പിണറായി വിജയന് അക്ഷരാർത്ഥത്തിൽ മുഖത്തേറ്റ കനത്ത തിരിച്ചടി തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോഴും പിണറായി വിജയൻ PV അൻവറിനെ തള്ളിക്കൊണ്ട് തന്നെ പറയുന്നു PV അൻവർ രാഷ്ട്രീയ പാപ്പരത്വമുള്ള ആൾ തന്നെയാണ്. PV അൻവർ പറയുന്നതിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല, ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾ തന്നെ വിശകലനം ചെയ്ത് കണ്ടെത്തിയാൽ മതി എന്നാണ് മാധ്യമപ്രവർത്തകരോട് മുഖ്യമന്ത്രി പറഞ്ഞത്. പതിവിലും വിപരീതമായി മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രസന്നചിത്തനായിരുന്നു. കളിച്ചു ചിരിച്ചാണ് മാധ്യമപ്രവർത്തകരുടെ എല്ലാ ചോദ്യത്തിനും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത്. വരുംകാല തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ മാധ്യമങ്ങളോട് കളിച്ചു ചിരിച്ച് പെരുമാറുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും അടയാളപ്പെടുത്തിയിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവായ VD സതീശനെതിരെ നിയമസഭയിൽ 250 കോടി രൂപയുടെ അഴിമതി ആരോപണം, അതായത് കണ്ടെയ്നറിൽ പണം വന്നു എന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ചതിന് VD സതീശനെതിരെ കേസ് എടുക്കാതിരുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടാണ് എന്നാണ് അൻവർ ഉന്നയിച്ചിരുന്നത്. ഇവിടെ ഈ മുഖ്യമന്ത്രി ചിരിച്ചുകൊണ്ടാണ് മറുപടി പറഞ്ഞത്. അൻവർ തന്നെ പറയുന്നു VD സതീശനെതിരെയുള്ള പ്രസംഗം അല്ലെങ്കിൽ ആരോപണം എഴുതി കൊടുത്തത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശിയാണെന്ന്. എന്നാൽ VD സതീശനെ അറസ്റ്റ് ചെയ്യാതിരിക്കുവാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കരുക്കൾ നീക്കിയതും P ശശി തന്നെയാണെന്ന് പറയുമ്പോൾ P ശശി തന്നെ ആരോപണം ഉന്നയിക്കുകയും ആ ആരോപണത്തിനൊടുവിൽ VD സതീശനെ അറസ്റ്റ് ചെയ്യാൻ P ശശി തന്നെ ഇടങ്കോലിടുന്നു എന്ന് പറയുമ്പോൾ ഇതിലെ വൈരുദ്ധ്യം എന്താണെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കിയാൽ മതി എന്നാണ് മുഖ്യമന്ത്രി ചിരിച്ചുകൊണ്ട് പറഞ്ഞത്. അതായത് അക്ഷരാർത്ഥത്തിൽ അൻവർ പറഞ്ഞ കാര്യത്തിൽ അൻവർ തന്നെ പെട്ടിരിക്കുന്നു. മുഖ്യമന്ത്രി അൻവറിനെ വളരെ സമർത്ഥമായി കുടുക്കിയിരിക്കുന്നു എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ. എന്തായാലും അൻവർ നടത്തുന്ന ഇത്തരം രാഷ്ട്രീയ പാപ്പരത്തങ്ങൾക്കൊന്നും മറുപടി പറയാൻ എനിക്കാവില്ല, അത് നിങ്ങൾ തന്നെ മനസ്സിലാക്കിയാൽ മതി എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മാധ്യമ സമ്മേളനത്തിനിടയിൽ PV അൻവറിനെതിരെ മാധ്യമ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പരാമർശങ്ങളുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം.
അൻവർ രാജിവെക്കാനുള്ള കാരണമായി പറഞ്ഞത് തന്നെ വനനിയമ ഭേദഗതിയും അതിനെ ചുറ്റുള്ള പ്രശ്നങ്ങളുമാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്രെഡിറ്റ് ആയിട്ടൊക്കെ വരുമത്. കഴിഞ്ഞ മാർച്ചിലാണ് നമ്മുടെ മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായി നമ്മൾ പ്രഖ്യാപിച്ചത്. അതിനുശേഷം അതിന്റെ ഈ നഷ്ടപരിഹാരം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളും അത് ഇതുവരെ പുറത്തിറക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഇതെല്ലാം ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെന്നാണ് അറിയുന്നത്. അതിലെന്തെങ്കിലും തടസ്സമുള്ളതാണോ? എന്താണ് അറിയാം? അല്ല, ഈ നഷ്ടപരിഹാരം എന്ന് പറയുന്നത് നേരത്തെ നിശ്ചയിച്ചിട്ടുള്ള ഒരു ചെറിയ തുക മാത്രമാണ്. അത് കാലാനുസൃതമായി മാറ്റണം എന്ന് തന്നെയാണ് പൊതുവിൽ ജനങ്ങൾക്കും അഭിപ്രായം, ഞങ്ങൾക്കുള്ള അഭിപ്രായം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിച്ചു വരികയാണ്. അതെല്ലാം പലരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ലേ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ നിങ്ങൾ തന്നെ വ്യാഖ്യാനിക്കുന്നതല്ലേ, ഞാനൊരു മറുപടി പറയുന്നതല്ല നല്ലത്. ഏത് ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടില്ല. ഒരു നീക്കവും അങ്ങനെ ഉണ്ടായിട്ടില്ല. അതൊക്കെ ഇത്രയും കാലത്തെ അവസ്ഥ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ എന്തും പറയാവുന്ന ഒരു നില ഉണ്ട് എന്നുള്ളത്. നിയമസഭയിൽ രേഖാമൂലം ഉന്നയിച്ച ഒരു അഴിമതി ആരോപണം അത് അങ്ങയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എഴുതി നൽകുകയും അത് അവതരിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതുകൊണ്ട് മാത്രം ചെയ്തതാണെന്നും അതിൽ നിരുപാധികം മാപ്പ് ചോദിക്കുകയാണെന്നും അദ്ദേഹം PV അൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അങ്ങനെയുള്ള ഒരു ഇടപെടൽ അങ്ങയുടെ ഓഫീസിൽ എൻ്റെ ഓഫീസ് ആ തരത്തിൽ ഇടപെടുന്ന ഒരു ഓഫീസല്ല. ഓഫീസിലുള്ള ആരും അങ്ങനെ ഇടപെട്ടതിൻ്റെ ഭാഗമായി ഈ പറയുന്ന വ്യക്തി അന്നത്തെ നിയമസഭയിൽ ഉന്നയിച്ചതുമല്ല. ആ നിയമസഭയിൽ ഉന്നയിച്ചതുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളിലേക്ക് ഇപ്പം ഞാൻ കടക്കേണ്ടതായിട്ടില്ല. പക്ഷേ അതിൽ ഇന്ന് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമായി മാപ്പ് പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടാവും. അതിന് സഹായകരമാകുമെങ്കിൽ നടക്കട്ടെ. അതിനുവേണ്ടി ഞങ്ങളെയും എൻ്റെ ഓഫീസിനെയും ഉപയോഗിക്കേണ്ടതില്ല എന്ന് മാത്രമേ ഉള്ളൂ. അന്ന് പാർട്ടിക്ക് അൻവർ പരാതി കൊടുത്തത് അന്ന് പറഞ്ഞത് PCC-യാണ് ഈ അന്വേഷണം തന്നെ അട്ടിമറിച്ചത്. ഈ വിജിലൻസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഏത് അന്വേഷണം? ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിനെതിരായിട്ടുള്ള ആരോപണം ഉന്നയിക്കുന്നു, അത് മറ്റൊരാൾ അപ്പോൾ P ശശി തന്നെയാണ് ഈ പിന്നെ ഇയാൾ ഉപദേശിച്ചതെന്ന് പിന്നെ പറയുന്നു അല്ലേ? അതാണ് അത് നിങ്ങൾ തന്നെ ഇതൊക്കെ മനസ്സിലാക്കിയാൽ മതി. എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനതൊന്നും പറയുന്നതല്ല നല്ലത്. അതിൽ ഒരു ഭാഗം ഞാൻ മത്സരിക്കുന്നു എന്നുള്ളതല്ലേ, അത് തീരുമാനിച്ചിട്ടില്ല ഇതുവരെ. ഇനി അഥവാ ഇനി അത് ശരി. അല്ല, ഞാൻ മത്സരിക്കണോ മത്സരിക്കണ്ടേ തീരുമാനിക്കേണ്ടത് അൻവറല്ലല്ലോ. അതിലൊന്നും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ പറയേണ്ട കാര്യമല്ലല്ലോ. അതിലൊക്കെ പാർട്ടിക്ക് നിയതമായൊരു നിലപാടുണ്ട്. ആ നിലപാട് ഉചിതമായ സമയത്ത് പാർട്ടി വ്യക്തമായിക്കൊള്ളും. അല്ല, അത് നിങ്ങൾ തന്നെ ഗവേഷണം നടത്തി കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. അതിൽ ഞാനൊരു അഭിപ്രായം പറയുന്നതല്ല ശരി. ഇപ്പം അദ്ദേഹം വ്യക്തമായൊരു നിലപാട് സ്വീകരിച്ച് പോവുകയാണല്ലോ. പക്ഷേ അദ്ദേഹം വന്ന വരവ്, ആ വരവിന് ശേഷം ഞങ്ങൾ കൂടെ നിന്നത്, ഞങ്ങൾ കൂടെ നിൽക്കുന്ന കാലത്ത് ഈ സമൂഹത്തിൽ നിങ്ങൾ തന്നെ പലരും ഉയർത്തിക്കൊണ്ടുവന്ന പ്രശ്നങ്ങൾ, അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഉയർന്നു വന്ന കാര്യങ്ങൾ, അതെല്ലാം വെച്ചുകൊണ്ട് നിങ്ങൾ തന്നെ കാര്യങ്ങൾ വിലയിരുത്തിയാൽ മതി. ഞാൻ പറയുന്നതല്ലല്ലോ ശരി. ഞാൻ അങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് ഇപ്പോൾ കടക്കാൻ ഉദ്ദേശിക്കുന്നു.